41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ. ലോകമറിയുന്ന കഥകളി ആചാര്യൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിക്ക് അദ്ദേഹത്തിന്റെ സ്വദേശമായ വണ്ടൂരിൽ ഉചിതമായ സ്മാരകം വേണമെന്ന ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. കഥകളിയിലെ രൗദ്ര താമസ വേഷങ്ങൾക്ക് മിഴിവേകി അവയ്ക്ക് തനതായ വ്യക്തിത്വം നൽകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ 5ാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംഭാവനകൾ കഥകളി രംഗത്ത് അദ്ദേഹം നൽകിയ വലിയ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ ഓർക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ജീവിതത്തിൽ കൂടെ തൊഴിലിച്ച കഥകളി രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നു എന്നുള്ളത് ഏറെ ഈ സമിതിയുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മികവായിട്ട് ഞാൻ കാണുകയാണ്. ഇവിടെ നെല്ലിയോട് സ്മരണ സമിതി ഓരോ വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാർഷിക അനുസ്മരണ ചടങ്ങുകൾ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും അല്ലെങ്കിൽ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഈ സമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനുള്ള ശ്രമവും പിന്തുണയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം ഈ ഒരു നെല്ലിയോടിന്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ ആഢോപതാണ്ഡവം പുരസ്കാരം പ്രസിദ്ധ കഥകളി കലാകാരൻ ചാത്തന്നൂർ കൊച്ചുനാരായണൻ പിള്ളയ്ക്കും നെല്ലിയോട് അനുസ്മരണത്തിന്റെ അമരക്കാരിൽ പ്രധാനിയായി മുൻനിരയിലുണ്ടായിരുന്ന മനോജ് പുല്ലൂരിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ മനോമുദ്ര പുരസ്കാരം പ്രസിദ്ധ യുവ കഥകളി ഗായകനായ സദനം ജ്യോതിഷ് ബാബുവിനും മന്ത്രി സമ്മാനിച്ചു. മായ നെല്ലിയോട് ദീപം തെളിയിച്ചു. സാരംഗ് പുല്ലൂർ പ്രാർത്ഥന ചൊല്ലി. കെ രവികുമാർ അധ്യക്ഷത വഹിച്ചു. പ്രസിദ്ധ കലാനിരൂപകൻ PM നാരായണൻ നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തി. പീശപ്പിള്ളി രാജീവ്, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, പഞ്ചായത്ത് അംഗം P സുനീതി, KT പ്രദീപ്, കിരൺ മേലേടം എന്നിവർ പ്രസംഗിച്ചു. നേരത്തെ നളചരിതത്തെ ആസ്പദമാക്കി പീശപ്പള്ളി രാജീവ് നയിച്ച കഥകളി സോദാഹരണ ക്ലാസ് നടന്നു. നിറഞ്ഞ സദസ്സിൽ പ്രസിദ്ധ കലാകാരന്മാരായ സദനം കൃഷ്ണൻകുട്ടി, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്ത കല്യാണ സൗഗന്ധികം കഥകളിയും നടന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.